ചേട്ടാ, ഭയത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ ഭയത്തെ തോൽപ്പിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയല്ലേ? ഭയം ലെവലേഷൻ ഉണ്ടോ? ഇല്ല, ഭയത്തിന് ആവശ്യം. ഭയം തന്നെ എല്ലാവർക്കും മരണത്തിന് ഭയം. മരണത്തേക്ക് ഭയമില്ല, പിന്നെ മറ്റാർക്കും ഭയം ഭയമില്ല. മരണം സത്യമല്ലേ, അതിലെന്തിനും ഭയക്കണം. അത് സന്തോഷമുള്ള കാര്യമാണ്. എപ്പോൾ വരുമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും വരാം, കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയം, വേറെ ഭയമൊന്നുമില്ല. നേരത്തെ ഭയത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഈ ഭയത്തെ എപ്പോഴായിരിക്കും ആദ്യമായി മാറ്റി വെച്ചത്? ഭയത്തോടെ ജീവിച്ചിട്ട് കാര്യമില്ല അല്ല, അങ്ങനൊന്നുമില്ല. അത് ഒരു എന്താ പറയാ, ഞാൻ ഭയങ്കര ഭയമുള്ള ആളായിരുന്നു 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ കാലഘട്ടങ്ങളിലൊക്കെ. ഇരുട്ടായി കഴിഞ്ഞാലൊന്നും പുറത്തോട്ട് ഇറങ്ങാത്ത ആളാണ്. യാദൃശ്യമായിട്ട് ചങ്ങാതിയുടെ മൃതദേഹം എടുക്കണ ആ ദിവസം മുതലായിരിക്കാം ചിലപ്പോൾ എന്താണ് ഭയം എന്നത് മനസ്സിൽ നിന്ന് അറിയാതെ പോയേക്കണതാ, അറിഞ്ഞു പോയേക്കണതല്ല. ആദ്യത്തെ മൃതദേഹം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ചേട്ടൻ എടുക്കുന്ന മൃതദേഹം ചങ്ങാതിയിലാണ്. അതെന്തായിരുന്നു ആ ഇൻസിഡന്റ്? അദ്ദേഹം നമ്മുടെ പുഴയിൽ പോയതാ, കുളിക്കാൻ പോയതാ. അപ്പോൾ അദ്ദേഹം 2-3 സുഹൃത്തുക്കളും കൂടി. അപ്പോൾ നല്ല ആളുള്ള പുഴയാണ് പെരിയാർ പുഴ. അപ്പോൾ അവിടെ കാല് തന്നെ തിരക്കടവിൽ വെച്ച് അങ്ങനെ പോയിട്ട് ഒരാളും കൂടി ചാടി. അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ പറ്റി, ഇയാളെ കിട്ടിയില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് തിരയണ്ടായിരുന്നു, 3 ദിവസം അടുപ്പിച്ച് തിരയണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോഴാണ് തിരയേണ്ടതെന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കണം, 10 പഠിക്കുമ്പോൾ. ആറങ്ങാക്കൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6-7 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ചെന്ന് കാണാൻ പോയതാ. അപ്പോൾ അവിടെ ആശാമാരൊക്കെ തിരയണ്ടായിരുന്നു. അങ്ങനെ കിട്ടി, കുറച്ച് നേരം കണ്ടു നിന്നാലാണെങ്കിലും കിട്ടി. അപ്പോൾ ഇച്ചിരി ദുർഗന്ധം വമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ മൃതദേഹം മറ്റൊരു അവസ്ഥയിലായിരുന്നു. മനുഷ്യൻ്റെ അവസ്ഥേനേക്കാളും നോർമൽ അവസ്ഥകളും വ്യത്യസ്തമായ അവസ്ഥയായിരുന്നു, മണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആശന്മാരെ വിളിച്ചത് എല്ലാവരും. അപ്പം എല്ലാവരും മാറിയിരുന്നു മണാൻ്റെ ഉള്ളിൽ. ഞാൻ വന്നതേന്ന് വെച്ച് ആരായാലും കുഴപ്പമില്ല, അവരുടെ ഭാഷയിൽ തെറി പറയേണ്ട പറയുള്ളൂ. ആരായാലും കുഴപ്പമില്ല, വന്ന് അങ്ങനെ പിടിച്ചിറങ്ങിയതാണ്. അങ്ങനെ പിടിച്ച് കാൽമ പിടിച്ച് തുടങ്ങിയതാണ്. ചിലപ്പോൾ ആ നിമിഷം തൊട്ടായിരിക്കും ഭയം മാറിയത്. അതൊന്നും ചിന്തിച്ചില്ല. ചിന്തകളാണ് ഭയം ഉണ്ടാക്കണം, ചിന്തിക്കാതിരുന്നാൽ ഭയമില്ല. ഈ മൃതദേഹങ്ങൾ കണ്ട് കണ്ട് മരണത്തോടുള്ള പേടി വരെ മാറിയതുപോലെ തോന്നിയിട്ടുണ്ടായി? അങ്ങനെ മരണത്തോട് പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടില്ല. പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൃതദേഹം എടുക്കാൻ തുടങ്ങിയിട്ട് മരണമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി. മറ്റതെല്ലാം വിദ്യയാണെന്ന് മനസ്സിലാക്കി. യഥാർത്ഥ സത്യം മരണമാണ്. അതിനാ ഭയം ഇല്ലില്ല. ഞാൻ ആളോടും പറഞ്ഞിട്ടുണ്ട്, ഭയക്കേണ്ട ആവശ്യം ഇല്ല, എന്തായാലും വന്നേ പറ്റൂ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചേ പറ്റൂ. ആ സങ്കടം കഴിഞ്ഞാൽ അവന് മരണം ചക്രം പോലെയാണ്, വന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ഈ ഒരു കാര്യത്തെ ജോലി എന്നതിനേക്കാൾ ഉപരി സേവനമല്ലേ ഇത്? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ജോലിയായിട്ട്, എനിക്ക് മറ്റൊരു ജോലി ഞാൻ ചെയ്യണില്ല. പല ജോലികളിലും പോയിട്ടുണ്ടെങ്കിലും ആ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാനത് ജോലിയായിട്ട് തന്നെ, ഞാൻ സേവനമായിട്ട് കരുതിയിട്ടില്ല. സേവന മനോഭാവം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ചെയ്യണ ജോലിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സേവനം ചെയ്യണതല്ല, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണതാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്കിത് ജോലി തന്നെയാണ്, എൻ്റെ ജോലിയാണ്. മരണങ്ങൾ പലതരത്തിലാണല്ലോ. അപ്പം ഏറ്റവും മനസ്സിൽ ഏറ്റവും മനസ്സ് കല്ലാക്കി ഇറങ്ങേണ്ടത് ഏത് ടൈപ്പ് ഓഫ് മരണങ്ങളിലായിരിക്കും? എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കല്ലാക്കേണ്ട കാര്യം വന്നിട്ടില്ല. അങ്ങനത്തെ ഓർമ്മയിൽ നിൽക്കണ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ഗർഭിണി ആത്മഹത്യ, അത് മാത്രം ഓർമ്മയിൽ നമുക്ക് അത് വ്യക്തമായിട്ട് നിൽക്കുന്നുള്ളൂ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ആ കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാഴ്ച. എൻ്റെ ഒരു പാടേപ്പാടി കട്ടായിട്ട് അടിവാരത്രമാൻ കട്ടായിട്ട് പാടേപ്പാടി ഇറങ്ങി പോരുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ച ആദ്യമായിട്ട് കണ്ടുകൊണ്ട് മാത്രമേ അത് മനസ്സിലേക്കുന്നുള്ളൂ. വേറൊന്നും ഇല്ല. അത് റെയിൽവേ ട്രാക്കില് ട്രെയിൻ ആത്മഹത്യ. ചേച്ചി, ഇപ്പം ചേട്ടന്റെ ജീവിതം അല്ലെങ്കിൽ ചേട്ടന്റെ ദിവസേനയുള്ള കാര്യങ്ങളൊക്കെ, ഒരു ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ, മരണങ്ങൾ. എപ്പോഴെങ്കിലും അതൊരു വിഷമോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടോ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിഷമോ ബുദ്ധിമുട്ടായി തോന്നില്ല. ആൾ ഇഷ്ടപ്പെട്ട് ചെയ്യണ കാരണം കൊണ്ട് ഞാൻ ആ ഇഷ്ടത്തിനൊപ്പം മുമ്പോട്ട് പോകണം. ഇപ്പൊ ആ ഇഷ്ടങ്ങളെ ഞാനും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം സമൂഹം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം സമൂഹത്തിലെ ആൾക്കാർക്ക് എപ്പോഴും നമ്മളെപ്പോഴും ഭയങ്കര കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന അല്ല അങ്ങനെയുള്ള ജോലികൾക്ക് കിട്ടുന്ന ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അംഗീകാരമോ നമ്മളെ പോലെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നില്ല. അതെപ്പോഴെങ്കിലും ഭയങ്കര വിഷമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്? അല്ല, അംഗീകാരം ബഹുമാനം നമുക്ക് വേണ്ട. ഈ ആട്ടലും തുപ്പലും നമുക്ക് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് എന്ത് ചെയ്തിട്ടാന്നുള്ള ചിന്ത വരും. കാരണം മനുഷ്യനാണല്ലോ, വികാരം ഉണ്ടാവും, വിചാരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, സ്വഭാവമാണ്, എന്തായാലും വിഷമങ്ങളുണ്ടാവും. അല്ലാതെ ജോലിക്ക് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ലോ, മൃതദേഹത്തിന് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. ജോലി അവരൊരു ബഹുമാനം നമ്മളാരും ചോദിച്ചു വാങ്ങേണ്ടതോ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, ബഹുമാനിക്കണമെന്നും അറിയാം. കാരണം നമ്മൾ ബഹുമാനിക്കേണ്ട അവസ്ഥയിലായിരിക്കില്ല ജോലി. ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യണ ആരെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? ആരെങ്കിലും
അപ്പോൾ കാരണം ബഹുമാനമല്ല, അവർ ജോലിയായിട്ട് നോക്കണുള്ളൂ. ഇതും ജോലിയാണ്, ഇതിൽ ബഹുമാനം നമ്മൾ ആഗ്രഹിക്കണില്ല, ബഹുമാനത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ജോലികൾ വേറെ ഉണ്ട് ബഹുമാനം കിട്ടേണ്ടത്, നമുക്കത് തിരഞ്ഞെടുക്കാമല്ലോ. എപ്പോഴെങ്കിലും വേറൊരു ജോലിയിലേക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഈ ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് മുന്നേ വരെ ഞാൻ സമൂഹത്തിന് മുമ്പ് ഒളിച്ചു മാറി കിടക്കണം. അത് പല ജോലിയിലേക്കും പോയിട്ടും ഇത് വരുമ്പോൾ ഇതിലേക്ക് മാത്രം വന്നുള്ളൂ, വരുമ്പോൾ മാത്രം വരും, വിളിക്കുമ്പോൾ മാത്രമേ ചെല്ലുള്ളൂ പറഞ്ഞു ഒളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പുറമെ ഓപ്പണായിട്ട് ജീവിക്കാൻ തുടങ്ങി. അന്ന് സാറുമാർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എന്തിനാ ഒളിച്ച് ജീവിക്കണേ? ഇന്ന് അതേ ചോദ്യത്തിന് അവരും പ്രസക്തി ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഒളിച്ച് ജീവിക്കണ, നേരായി ജീവിക്കണം. പലയിടത്തും ഞാൻ കേട്ടു എപ്പോഴും പോലീസുകാരെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. അതായത് ഭയങ്കര നന്ദിയോടെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്നേഹത്തോടെയും നന്ദിയോടെ മാത്രമാണ് അത് ഓർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പൊതുവെ പോലീസുകാരെ പറ്റി പറയുമ്പോൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിനുള്ള വേറൊരു ചിന്താഗതിയുണ്ട്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് വിൻസേട്ടനുള്ള നമ്മളൊരാളുടെ തെറ്റ് മാത്രം കണ്ടിട്ടാ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയുടെ തെറ്റ് കണ്ടിട്ടാ എല്ലാവരും വിലയിരുത്തണം. തെറ്റ് കാണാൻ ശ്രമിച്ചേട്ടാ, തെറ്റ് ഒഴുകി അവർ ചെയ്യണം, ബാക്കിയുള്ള നന്മകൾ കണ്ടാൽ മതി. 10 നന്മയാണ് 2 തെറ്റാണ്ട് സംഭവിക്കും. ആ 2 തെറ്റിനെ അവൻ എടുത്ത് കാണിക്കണുള്ളൂ, 10 നന്മയെ കാണിക്കണില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ജോലിയിൽ പോലീസുകാരുടെ ഒരു പങ്ക് എത്രയായിരിക്കും? അയ്യോ, 80 അല്ല 100% അവരെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം അവർ ഉത്തരവാദിത്തം നിയമപ്രകാരം നിയമങ്ങൾ നോക്കാനാണ്. ഒരു മൃതദേഹം കണ്ടപ്പെട്ട ബോഡി ബന്ധോസ്ത് വെക്കുക, മൃതദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുക, മർഡർ നോർമൽ കാര്യങ്ങൾ അന്വേഷിക്കുക, ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം അവർ ചെയ്യണം. ഇനിയിപ്പോൾ മൃതദേഹം എടുക്കേണ്ട സാഹചര്യം മൃതദേഹം വരെ എടുക്കേണ്ടത്, അതിന് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജീവനക്കാർ വേണമെന്നാണ് നിയമം. നിലവിൽ നിയമം മാത്രം, ആരും നിർബന്ധിക്കാൻ പറ്റില്ല, കാരണം ആയുസില്ല. അതുകൊണ്ട് ഈ ജോലിക്കാരെ നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ തസ്തികയിൽ ഒരാൾ വേണമെന്നുള്ള തസ്തിക മാറ്റിയിട്ട് ഇപ്പം വേസ്റ്റ് മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന തസ്തിക, ഓടകൾ ക്ലീൻ ചെയ്യുന്ന തസ്തികകളാക്കി. ശരിക്കും അവരെയാണ് ജോലി. പണ്ട് കാരണവരെ പറഞ്ഞിട്ടല്ല, എവിടെയും ചത്തിടുന്നാലും മുനിസിപ്പാലിറ്റിക്കാരൊന്നും എടുത്തു പോയിക്കൊള്ളുന്നു. പണ്ട് ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നത് പൂർണ്ണമായും നിലനിന്ന് വേണം പറയാൻ. തമിഴ്നാട് സർക്കാരിലൊക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിൽ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പോലീസുകാരുടെ ജോലി പോസ്റ്റ്മോർട്ടം കൊണ്ടും തീർന്നിട്ടില്ല, കേസ് അന്വേഷണം കൊണ്ടും തീർന്നില്ല. അവൾ ബോഡി ബന്ധോസ് കിട്ടുന്ന പോലീസുകാരന് ഈ കിട്ടുന്ന ഡോക്ടർ പാക്ക് ചെയ്യുന്ന ബയോക്സിക്കുള്ള രാവിലേക്കുള്ള സാധനങ്ങൾ വരെ കൊണ്ടുവന്ന് ആക്കി അതിൻ്റെ റിസൾട്ട് വരെ വേണം. ഇതേറ്റവും എല്ലാ അവസാനം വരെ അവർ വേണം, പോലീസ് വേണം. ഒരു മൃതദേഹത്തിന് ബഹുമാനം കൊടുക്കുന്ന പോലീസാണ്. ജീവനുള്ള ആൾക്ക് അവരെന്ത് ചെയ്തെന്ന് നമ്മൾ കാണുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരിച്ചൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കാമെങ്കിൽ അത് പോലീസ് കൊടുക്കുള്ളൂ. ഈ നിലവിൽ ആർമി വേറെ, അതത് ഡിപ്പാർട്ട്മെന്റ് പറയാം. ഞാൻ പറഞ്ഞ നിലവിൽ മൃതദേഹങ്ങളായിട്ട് ഡെയിലി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ്. അപ്പം അവരെ നന്നായിട്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട്. ചവിട്ടി താഴ്ത്തല്ല, നമുക്ക് മൃതദേഹത്തിന് ബഹുമാനം കൊടുക്കുന്ന നമ്മൾ കണ്ടാൽ പോരെ. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കാണാറില്ല, ഞാനായിട്ട് ബന്ധമില്ല. അപ്പം എനിക്കത് മാത്രം കാണാറുണ്ട്. ഈ മുങ്ങിമരണങ്ങളാണോ കുറച്ചും കൂടി ഏറ്റവും കൂടുതൽ? അല്ല, ഭാരമൊന്നുമില്ല, ഇല്ല, ഭാരം തോന്നിയില്ല. മുങ്ങിമരണങ്ങൾ ട്രെയിൻ ഇടിച്ചോണെങ്കിൽ ഈ ആലുവ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ ആലുവ എന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും വാഹനാപകടത്തെക്കാളും കൂടുതൽ മുങ്ങിമരണവും ട്രെയിൻ അപകടങ്ങളുമാണ്. പക്ഷെ വാഹനാപകടങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട്, മറ്റേത് ആത്മഹത്യകളായതുകൊണ്ടും ഇത് അപകടമായതുകൊണ്ടും രണ്ട് വ്യത്യാസമായിട്ട് കാണുന്ന ജനങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഈ ആലുവയിൽ തന്നെ ഇത് കൂടുതലായിട്ടുണ്ടാവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട്. പുഴയ്ക്ക് പുഴ, റെയിൽപ്പാളത്തിന് റെയിൽപ്പാളം. അപ്പോൾ അപകട സാധ്യത ഏറിയതും ആത്മഹത്യ ചെയ്യാൻ സാധ്യതമാർക്ക് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുറേ പേര് അന്ധമായ വിശ്വാസം, ഇവിടെ വന്ന് ചെയ്ത പുണ്യം കിട്ടുന്നുള്ള അന്ധമായ വിശ്വാസം കുറേ പേരാ. ഓ, ആലുവ പുഴയിൽ നിന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എത്ര പേരുണ്ട് അങ്ങനെയുണ്ടോ? പിന്നെ മണപ്പുറത്തൊക്കെ വന്ന് ചാടിയിട്ട് തൊഴുതും ചാടിപ്പോയി എത്ര പേരുണ്ട്, എത്ര സംഭവിച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരും എന്തായാലും, എങ്ങനെയായാലും പുഴയിൽ വരും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അവിടെ വീണതാണെങ്കിൽ ആലുവപ്പുഴയിൽ വന്ന് എവിടെ നിന്ന് വന്നാലും ആലുവപ്പുഴയിൽ കിടന്ന് ചുറ്റും വന്നില്ലെന്നല്ലേ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല. ഈ 4 കൂടി ചുറ്റുള്ളൂ ആലുവപ്പുഴയിൽ. അതല്ലാണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകില്ല. ഇനി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ട് ഷട്ടർ തുറക്കണം, എന്നാൽ നേരെ കടലിലേക്ക്, അല്ലാതെ വേറെ മാർഗമില്ല പോകാൻ. അപ്പോൾ എന്തായാലും ഇവിടെ വരും, എവിടെ പോരും. പെരിയാറിൽ എവിടെ വീണാലും ഇവിടെ വരും, കിട്ടിയില്ലെങ്കിൽ.